ആനി രാവിലത്തെ കുർബാനയ്ക്ക് പള്ളിയിലേക്ക് ഇറങ്ങി. ഇന്നവൾ ഒറ്റയ്ക്കാണ്. എന്നും കൂടെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടാകാറുണ്ട്. ഇന്ന് അപ്പന് വലിവ് കൂടിയിട്ടുണ്ട്. അമ്മച്ചി ചൂട് കട്ടൻ കാപ്പി കുടിക്കാൻ കൊടുത്ത് അപ്പച്ചൻ്റെ നെഞ്ച് തടവി കൊടുത്തു. ആശുപത്രിയിൽ പോകാൻ പറഞ്ഞാൽ അപ്പം കേൾക്കില്ല. വെയിലുദിക്കുമ്പോഴെല്ലാം ശരിയാകുമെന്ന് പറയുന്നത് കേട്ടു. അപ്പന് ആശുപത്രി പേടിയാണ്. അപ്പൻ്റെ ഈ അവസ്ഥയിൽ അഡ്മിറ്റ് ആക്കുമെന്ന് പേടി. പള്ളിയിലേക്കുള്ള വഴി വിജനമാണ്. വഴിയിൽ ആകെയുള്ളത് ഹരിയേട്ടൻ്റെ ചായക്കടയാണ്. നാട്ടിലെ എല്ലാവരുടെയും സഹായിയാണ് ഹരിയേട്ടൻ. ഹിസ്റ്ററിയിൽ ബിരുദാനന്തര ബിരുദവും BEd ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഹരികൃഷ്ണന് ഇതുവരെ ഒരു ജോലി തേടാൻ കഴിഞ്ഞില്ല. എന്നാലും ഹരിക്ക് നിരാശയൊന്നുമില്ല. രാവിലെ അയാൾ ചായക്കടക്കാരൻ ഹരിയായി മാറും. അച്ഛനെയും അമ്മയെയും കടയിൽ സഹായിക്കും. ചുരം കയറി പോകുന്ന തൊഴിലാളികളുടെ വണ്ടികളൊക്കെ ഹരിയുടെ കടയിലെ സ്ഥിരം പറ്റുകാരാണ്. 10 മണി കഴിഞ്ഞാൽ പിന്നെ പ്ലംബർ ഹരിയാണ്. ഞായറാഴ്ചകളിൽ പാരലൽ കോളേജ് അധ്യാപകൻ ഹരിയാണ്. അങ്ങനെ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ് ഹരികൃഷ്ണൻ. ആനിയെ അന്നക്കുട്ടി എന്ന് വിളിക്കുന്നത് ഹരിയേട്ടൻ മാത്രമാണ്. അവൾക്ക് ഹരിയോട് രഹസ്യ പ്രേമമുണ്ട്. ഞായറാഴ്ചത്തെ PSC കോച്ചിങ് ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് അയാളെ അടുത്തറിയാൻ സാധിച്ചത്. അന്നൊക്കെ അവൾക്ക് ഹരിമാഷിനെ പേടിയായിരുന്നു. ആരും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണ് ഹരികൃഷ്ണന്. 2 വ്യത്യസ്ത മതമായതുകൊണ്ട് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ആഗ്രഹത്തെ അവൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. വൈകിയതുകൊണ്ട് റബ്ബർ തോട്ടത്തിലൂടെ ഒഴിഞ്ഞ പുരയിടത്തിൻ്റെ പൊളിഞ്ഞ വേലിയുടെ വിടവിലൂടെ 2-3 കയ്യാലകളും ചാടിക്കടന്ന് ഇടവഴിയിലെത്തി. നേരെ നടന്നാൽ ടാറിട്ട റോഡിലെത്താം. അവിടുന്ന് ഒരു 100 മീറ്റർ നടന്നാൽ ഹരിയേട്ടൻ്റെ ചായക്കടയായി. സമയത്ത് പള്ളിയിലെത്താനായി നല്ല വേഗതയിൽ അവൾ നടക്കുകയാണ്. തൻ്റെ ഒപ്പം ആരോ നടക്കുന്നത് പോലെ അവൾക്ക് തോന്നി. തിരിഞ്ഞു നോക്കി. തോന്നലല്ല, അവൾക്കൊപ്പം ഒരാൺകുട്ടിയുണ്ട്. അവളുടെ വേഗതയിൽ അവനും നടക്കുകയാണ്. അവൾ വേഗത കുറച്ചപ്പോൾ അവൻ്റെയും വേഗത കുറഞ്ഞു. കുട്ടി ഏതാ? ഞാൻ ജോയൽ. താഴെ താമസിക്കുന്ന ജോണിക്കുട്ടിയുടെ മോന. എവിടെയാ വീട്? ചേച്ചി ഇപ്പോൾ വന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുകൂടെയാണ്. അപ്പനെയും അമ്മയെയും വീട്ടിൽ കണ്ടില്ല. നോക്കിയപ്പോൾ ചേച്ചി കയ്യാല ചാടി പോകുന്നു. അതാ ഞാൻ കൂടെ വന്നത്. ഈ നാട്ടിൽ വരുത്തനാണല്ലേ? ഞാൻ പള്ളിയിലോട്ടേക്കാണ്. നീ എങ്ങോട്ടേക്കാണ്? അപ്പനെ നോക്കി ഇറങ്ങിയതാ. ചായക്കടയുടെ മുന്നിലെത്തിയപ്പോൾ ഹരി അവളെ നോക്കി ചിരിച്ചു. ഇന്നെന്താ ഒറ്റയ്ക്കുള്ളൂ? അപ്പനെവിടെ? അപ്പന് വീണ്ടും വയ്യാതായി. അമ്മച്ചി എന്നോട് നിത്യപ്രാർത്ഥന മുടക്കണ്ട എന്ന് പറഞ്ഞു. അത് നന്നായി. അടിവാരത്ത് നിന്നും നല്ല അച്ചായന്മാരുടെ ആലോചന കിട്ടാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ? ഒരു ചായ കുടിക്കുന്നോ? ഇല്ല, സമയമായി, പിന്നെ കാണാം. അവൾ ഹരിയോട് യാത്ര പറഞ്ഞു നടന്നു. എന്നാലും കൂടെ ഉണ്ടായിരുന്ന കുട്ടിക്ക് ചായ വേണമെന്ന് ചോദിച്ചില്ലല്ലോ ഹരിയേട്ടൻ. അവൻ ആരാണെന്ന് പോലും അന്വേഷിച്ചില്ല. പള്ളിയിലെത്തുന്നത് വരെ അവളോടൊപ്പം ജോയലും ഉണ്ടായിരുന്നു. ഗേറ്റിനടുത്തായപ്പോൾ അവൻ അവിടെ നിന്നു. നീ വരുന്നില്ലേ അകത്തേക്ക്? ഇല്ല, ഇതല്ല ഞങ്ങളുടെ പള്ളി. അവൻ ദേഷ്യപ്പെട്ട് മുഖം വീർപ്പിച്ചു. പള്ളിയിൽ നിന്നും അവൾ മടങ്ങുമ്പോഴേക്കും ഹരി കടപൂട്ടി. തൻ്റെ പഴയ മാരുതി ഒമ്നി വാനിൽ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാനുള്ള പാത്രങ്ങൾ കയറ്റുകയായിരുന്നു. വരുന്നോ? വീടിന് മുന്നിൽ ഇറക്കാം. അവൾ കൂടെ വരില്ല എന്നുറപ്പുണ്ടെങ്കിലും അവൻ വെറുതെ ചോദിച്ചു. വേണ്ട, ഞാൻ റോഡ് വഴി നടന്നു പോയിക്കോളാം. അവൾ ഒറ്റയ്ക്കാകുന്ന ദിവസങ്ങളിൽ അവൻ്റെ ചോദ്യത്തിനും അതിനുള്ള അവളുടെ മറുപടിക്കും ഒരു മാറ്റവും ഇല്ലായിരുന്നു. വെയിലുദിച്ചു തുടങ്ങിയിട്ടും അപ്പൻ്റെ വലിവിന് കുറവൊന്നും ഉണ്ടായില്ല. കൊച്ചുനാൾ മുതലേ കടുത്ത ആസ്മാരോഗിയായിരുന്നു ലാസറേട്ടൻ. ഒരു ഓട്ടോ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങേരെ അങ്ങ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാമായിരുന്നു. ഒടുവിൽ ഹരിയുടെ വാനിൽ ആനിയുടെ അമ്മച്ചി അപ്പനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. എടി കൊച്ചേ, മുറ്റത്ത് ഉണക്കാനിട്ടിരിക്കുന്ന ഗോതമ്പ് കോഴി കൊത്താതെ നോക്കണേ. ഞാൻ അപ്പച്ചനെ കൊണ്ടുപോയിട്ട് വരാം. അമ്മച്ചി പോയി കഴിഞ്ഞപ്പോൾ നനഞ്ഞ തുണികൾ വെയിലത്തിട്ടു. പാട്ട് കേൾക്കാൻ മൊബൈലുമായി ആനി ഉമ്മറത്തിരുന്നു. മുന്നിലൊരു അനക്കം കണ്ടാണ് അവൾ നോക്കിയത്. തൊട്ടുമുന്നിൽ ജോയൽ. ആ, ഇരിക്കടാ. നീ എങ്ങനെ ഇവിടെ എത്തി? നിന്റെ അപ്പനും അമ്മച്ചിയും തിരികെ വന്നോ? അല്ല, നിനക്കെങ്ങനെ ഈ വീടറിയാം? അവൻ മൂകനായി അവളുടെ എതിരെ നിന്നു. പറയടാ, നിനക്കെങ്ങനെ ഈ വീട് മനസ്സിലായി? അപ്പനും അമ്മച്ചിയും തിരികെ വന്നില്ല. ഇന്നലെ രാത്രി മുതൽ അവരെ കാണാനില്ല. ഞാൻ ചോദിക്കുന്നത് ആരും കേൾക്കുന്നില്ല. ആരും ഉത്തരവൊന്നും പറയുന്നില്ല. ചേച്ചി മാത്രമാണ് എന്നോട് മിണ്ടിയത്. റോഡിൽ നിന്നപ്പോൾ ചേച്ചിയെ കണ്ടതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ചേച്ചി, എനിക്കെൻ്റെ അപ്പനെയും അമ്മച്ചിയും കാണണം. നീ വല്ലതും കഴിച്ചോ? അപ്പച്ചന് വയ്യാത്തതുകൊണ്ട് അമ്മച്ചി പൊടിയരിക്കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. വേണോ? നീ കഴിക്കുന്നോ? എനിക്കും അപ്പനെയും അമ്മച്ചിയും കാണണം. അവൻ അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. എടാ ജോയലെ, ഹരിയേട്ടനൊന്ന് വരട്ടെ. ഹരിയേട്ടൻ പോലീസിലൊക്കെ നല്ല പരിചയമാണ്. ഉച്ച ആയപ്പോഴേക്കും ഹരി മടങ്ങിയെത്തി. ലാസറേട്ടനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. അന്നക്കുട്ടിയോട് വൈകുന്നേരമാകുമ്പോൾ വീട് പൂട്ടി സേവ്യർ കൊച്ചപ്പൻ്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഒരു ഫ്ലാസ്കും 2-3 ബെഡ്ഷീറ്റും തന്നാൽ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുത്തോളാം. ഞാൻ കൂടെ വരണോ ഹരിയേട്ടാ? വേണ്ട, നീ എല്ലാം എടുത്ത് വണ്ടിയിൽ വെക്ക്.
അന്നക്കുട്ടി ഫ്ലാസ്കും ഷീറ്റും എടുത്ത് വാനിൽ വെക്കുമ്പോൾ ഹരിയോട് ചോദിച്ചു, ആ കൊച്ചങ്ങ് പോയോ? ഏതു കൊച്ചിൻ്റെ കാര്യമാണ് നീ ചോദിച്ചത്? ജോയൽ. ഹരിയേട്ടൻ വന്നപ്പോൾ എൻ്റെ കൂടെ ഉമ്മറത്തിരുന്നല്ലോ. ആണോ? ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ലേലും നിന്നെ കണ്ട ഞാൻ ആരെയും നോക്കാറില്ല. ഹരിയുടെ മറുപടി കേട്ട് നാണം വന്നെങ്കിലും ആനിക്ക് പേടി തോന്നി. ഹരിയുടെ വാൻ തിരികെ പോയി. വൈകിട്ട് സേവ്യർ കൊച്ചപ്പൻ്റെ വീട്ടിൽ പോകാനായി ആനി നേരത്തെ ഇറങ്ങി. വഴിയിലെങ്ങാനും ജോയലിനെ കണ്ടാലോ? എന്തായാലും ഹരിയേട്ടനെ ഒന്ന് കാണണം. ദൂരെ നിന്നി ആനിയെ കണ്ടു ഹരി കടയുടെ പുറത്തേക്ക് വന്നു. കടയിൽ ചായ കുടിക്കാൻ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ. 6 മണി കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫും കഴിക്കാൻ വരുന്നവരുടെ തിരക്കാണ്. എടി, ഞാൻ ആശുപത്രിയിൽ പോയി സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലാസറേട്ടന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നാളെ ഡിസ്ചാർജ് ചെയ്യും. നീ സേവ്യറേട്ടൻ്റെ വീട്ടിലേക്ക് പോയിക്കോ. ഹരി കടയിലേക്ക് തിരിഞ്ഞു നടന്നു. എന്തോ ഓർത്ത പോലെ തിരിഞ്ഞു നിന്ന് അവളോടെങ്ങനെ പറഞ്ഞു, രാവിലെ പള്ളിയിൽ പോക്ക് മുടക്കണ്ട. ഓരോരോ ശീലങ്ങളല്ലേ. എനിക്ക് ഒരു കണി കാണൽ അതൊരു ഐശ്വര്യമാണ്. ഹരിയേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവൻ ചോദ്യരൂപത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. ഉച്ചയ്ക്ക് ജോയലിനെ ഹരിയേട്ടൻ കണ്ടില്ലേ? ഇല്ലടി, സത്യം. രാവിലെ പള്ളിയിൽ പോകുന്ന വഴി അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടിരുന്നോ? രാവിലെ നീ ഒറ്റയ്ക്കല്ലേ ഇതുവഴി പോയത്? ഞാൻ വേറെ ആരെയും കണ്ടില്ല. ആനി ഹരിയോടെല്ലാം ചുരുക്കി പറഞ്ഞു. ഹരിയേട്ടാ, എനിക്ക് പേടിയാവുന്നു. അവനെപ്പോഴും എൻ്റെ കൂടെയുള്ള പോലെ. നീ ഇങ്ങനെ പേടിക്കാതെ. നീ ഇനി അവനെ കണ്ടാൽ അവനോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയണം. നമുക്ക് നോക്കാടി. അവൻ കടയിൽ കയറി മേശവലിപ്പ് തുറന്ന് അതിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു കൊന്തയെടുത്തു. ആരും കാണാതെ അവളുടെ കഴുത്തിലിട്ടു. പേടിക്കണ്ട, നമ്മുടെ ജെയിംസ് അച്ഛൻ റോമിൽ നിന്നും കൊണ്ടുവന്നതാണ്. എനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ മേശയിൽ വെച്ചിരുന്നതാണ്. നിനക്ക് തരണമെന്ന് കരുതിയതാണ്. ആനി വൈമനസ്യത്തോടെ മുന്നോട്ട് നടന്നു. ഹരി പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അന്നക്കുട്ടി, നീ അവനെ കാണുന്നെങ്കിൽ വീടിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും വാങ്ങിവെക്കൂ. ഞാൻ നാളെ ജെയിംസ് അച്ഛനെ പോയി കാണുന്നുണ്ട്. അദ്ദേഹം എൻ്റെ ബാല്യകാല സുഹൃത്താണ്. നമ്മുടെ അടുത്ത ഇടവകയിലെ അച്ഛനാണ്. പിറ്റേന്ന് ആനി വരുന്നത് വരെ ഹരി കടയിൽ കാത്തിരിക്കുകയായിരുന്നു. ലാസറേട്ടൻ വിളിച്ചിരുന്നു. ഡിസ്ചാർജ് വൈകിട്ടാകും. നിന്നെയും കൂട്ടി വൈകിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഹരി കൂട്ടുകാരനെ കടയിൽ നിർത്തിയിട്ട് ആനിയോടൊപ്പം പള്ളിയിലേക്ക് നടന്നു. എന്നിട്ട് ശബ്ദം താഴ്ത്തി അവളോട് ചോദിച്ചു, പിന്നീട് നീ അവനെ കണ്ടോ? ആനി ഭയത്തോടെ ഹരിയുടെ മുഖത്തേക്ക് നോക്കി. ഹരിയേട്ടന് കാണാൻ വയ്യേ? എൻ്റെ വലതുവശത്തുകൂടെ അവൻ നടക്കുന്നുണ്ട്. ഹരിയുടെ മുഖത്തും ഭയം നിഴലിച്ചു കണ്ടു. അവൻ തൻ്റെ വലം കൈയിൽ കെട്ടിയിരിക്കുന്ന കറുത്ത ചരടിൽ മുറുകെ പിടിച്ചു. ജോയൽ ഇവിടെ നമ്മുടെ അടുത്തുണ്ടോ? ഉണ്ട്. ഹരി അവളുടെ കയ്യിൽ പിടിച്ചു. എനിക്ക് കാണാൻ വയ്യല്ലോ. നീ പേടിക്കാതെ അവനോട് ചോദിക്കേ, എന്താ ഞാൻ രാത്രിയിൽ സംഭവിച്ചതെന്ന്. ഞാൻ ജെയിംസ് അച്ഛനെ വിളിക്കാം. ഇന്ന് നിൻ്റെ അപ്പനും അമ്മയും വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു പരിഹാരം കണ്ടെത്താം. ആനി വലതുവശത്ത് തിരിഞ്ഞ് ആരുടെയും സംസാരം ശ്രദ്ധിക്കുന്നത് പോലെ തലയാട്ടുന്നു. അതിനുശേഷം ഹരിയോട് തിരിഞ്ഞു. ഹരിയേട്ടാ, വീടിരിക്കുന്ന സ്ഥലം എനിക്കറിയാം. അവന് ഓർമ്മയുള്ളത് അവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ മിനിഞ്ഞാന്ന് രാത്രി അവനും അപ്പനും അമ്മയും ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെന്നിയങ്കൾ കുടിച്ചിട്ട് വന്ന് അപ്പനോട് ഏതോ പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞത്രേ. അപ്പൻ ആ പേപ്പർ കീറിക്കളഞ്ഞെന്ന്. ബെന്നിയങ്കളും ഒരു കൂട്ടുകാരനും കൂടി അവൻ്റെ അപ്പനെ തല്ലിച്ചതച്ചെന്ന്. കൂട്ടുകാരൻ അമ്മയുടെ ചുരിദാർ വലിച്ചു കീറിയപ്പോൾ അമ്മ വലിയ ശബ്ദത്തിൽ കരഞ്ഞെന്നും അത് കണ്ട് ജോയലൊരു വലിയ തടിയെടുത്ത് ബെന്നിയുടെ കൂട്ടുകാരൻ തല്ലാൻ ശ്രമിച്ചെന്ന്. ആ സമയത്ത് പിറകിലൂടെ വന്ന ബെന്നി അവനെ തൂക്കി ഒരു മൂലയിലേക്ക് എറിഞ്ഞതെന്ന്. പിന്നീടൊന്നും അവന് ഓർമ്മയില്ല. രാവിലെ അവൻ ആ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരെയും കാണുന്നില്ലെന്ന്. മുറ്റത്ത് ബെന്നിയങ്കിളിൻ്റെ ജീപ്പ് വന്ന ടയറിൻ്റെ പാടുകൾ മാത്രമുണ്ട്. മേശപ്പുറത്ത് തലേന്ന് വിളമ്പി വെച്ച ചോറും കറികളും നിറഞ്ഞിരിക്കുന്നു. കുറച്ചൊക്കെ വീട്ടിലെ കുറിഞ്ഞിപ്പൂച്ച തിന്നിരിക്കുന്നു. അവൻ വിളിച്ചിട്ട് കുറിഞ്ഞി തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്ന് അവന് സങ്കടം. നീ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് വാ. അപ്പോഴേക്കും അച്ഛൻ വരും. നമുക്ക് ആ വീട് വരെ ഒന്ന് പോയി നോക്കാം. ആനി മടങ്ങി വന്നപ്പോൾ അച്ഛനും ഹരികൃഷ്ണനും ചർച്ചയിലായിരുന്നു. അച്ഛൻ്റെ സാൻഡ്രോ കാറിൽ മുൻവശത്തെ സീറ്റിൽ ഹരിയും പിറകിലെ സീറ്റിൽ ആനിയും കയറിയിരുന്നു. അവനിപ്പോൾ കൂടെയുണ്ടോ ആനി? ഇല്ല. അവനെ കാണുമ്പോൾ പറയണം. ജെയിംസ് അച്ഛൻ പറഞ്ഞു. ആനി പറഞ്ഞ വഴികളിലൂടെ അച്ഛൻ കാർ ഓടിച്ചു. ഒരു വളവിൽ വെച്ച് ആനി തൻ്റെ കൈ ഹരിയുടെ തോളിൽ വെച്ചു. ഹരി തിരിഞ്ഞു നോക്കിയപ്പോൾ ആനിയുടെ വിളറിയ പേടിച്ചരണ്ട മുഖം. അവൻ അവളോട് ചോദിച്ചു, കൂടെയുണ്ടോ? അവൾ അതേ എന്ന് തലയാട്ടി. ഒരിടത്ത് വെച്ച് അവൾ പെട്ടെന്ന് വണ്ടി നിർത്താൻ പറഞ്ഞു. ഇവിടെ ഇറങ്ങാം. ഇതിലൂടെ കയ്യാല ചാടിക്കടന്ന് പെട്ടെന്ന് വീട്ടിലെത്താമെന്ന് പറയുന്നു. അവളുടെ ഭാവമാറ്റം കണ്ട് ജെയിംസ് അച്ഛൻ ഹരിയോടെന്തോ സ്വകാര്യത്തിൽ സംസാരിച്ചു. ഹരിയുടെ മറുപടി കേട്ട് അച്ഛൻ്റെ പുരികം ചുളിഞ്ഞു. ആനിയുടെ പിറകെ അവർ നടന്നു.
റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള ഒരു ഓടിട്ട വീട്. ആരോ അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന പോലെ അവൾ വേഗതയിൽ വീട്ടിലേക്ക് അവൾ കയറി. അത് കണ്ട് പേടിച്ച് ഹരി അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു. തുറന്നു കിടന്ന മുൻവാതിലിൽ മുന്നിലെ മുറി അലങ്കോലമായി കിടന്നിരിക്കുന്നു. ഊണുമുറിയിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ ജീർണിച്ച ഗന്ധം. കിടപ്പുമുറിയിലെ അലമാര തുറന്നു കിടന്നിരുന്നു. ഫയലുകളും പേപ്പറുകളും നിലത്ത് ചിതറിക്കിടക്കുന്നു. ആരോ ധൃതിയിൽ എന്തോ തെരഞ്ഞതുപോലെ. വീട്ടിലും പരിസരത്തും ആരുമുള്ളതായി തോന്നിയില്ല. അയൽപ്പക്കത്തെ വീട് അവിടെ നിന്നും വളരെ അകലെയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഹരി ജെയിംസ് അച്ഛനെ നോക്കി. അച്ഛൻ ലോഹയുടെ പോക്കറ്റിൽ നിന്നും തൻ്റെ ഫോണെടുത്ത് ആരെയോ വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ആനി കിണറിലും പരിസരത്തുമൊക്കെ എന്തൊക്കെയോ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഹരി, ഞാൻ നമ്മുടെ സുഹൃത്തായ CI പ്രമോദിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവനത്ര വിശ്വാസം വന്നിട്ടില്ല. എന്നാലും ഇതൊരു കൊലപാതകമോ തട്ടിക്കൊണ്ടുപോകലോ ആണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ക്രൈം സീനിലാണ്. നാളെ നമ്മൾ പ്രതികളാകും. എന്തായാലും പോലീസ് വരട്ടെ. നമുക്ക് ആനി വഴി കൂടുതൽ വിവരങ്ങൾ കിട്ടുമോ എന്നറിയാം. ആനി വഴി അച്ഛൻ ചോദ്യങ്ങൾ ജോയലിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ബെന്നിയെക്കുറിച്ചും ബെന്നിയുടെ ജീപ്പിനെക്കുറിച്ചൊക്കെ ചോദിച്ചു. ഇരുണ്ട നിറത്തിൽ പൊക്കം കൂടിയ ബെന്നിക്ക് സ്വന്തമായി ഒരു പന്നി ഫാം അടിവാരത്തുണ്ട്. ബെന്നി ജോണിക്കുട്ടിയുടെ അനിയത്തി സാറയുടെ ഭർത്താവാണ്. പന്നി ഫാം ഇരിക്കുന്ന 80 സെന്റ് സ്ഥലം കൂടി ബെന്നിക്ക് വേണം. അതിനായി ബെന്നിയും ഭാര്യയും ഇടയ്ക്കിടെ ജോണിക്കുട്ടിയോട് വഴക്കിടാറുണ്ട്. ധാരാളിയായ ബെന്നിയുടെ കയ്യിലുള്ളത് ചുവന്ന കളർ റൂബിക്കോൺ ജീപ്പാണ്. അതിൻ്റെ മുന്നിൽ ഉറപ്പിച്ചിട്ടുള്ള സ്റ്റീലിൻ്റെ യൂണിക്കോൺ വളരെ മനോഹരമാണെന്ന് ജോയൽ പറഞ്ഞു. അതിൻ്റെ താഴെ ബെന്നി എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ ജെയിംസ് അച്ഛൻ CI പ്രമോദിനെ അറിയിച്ചു. പ്രമോദൻ 2 പോലീസുകാരും അച്ഛൻ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ജോണിക്കുട്ടിയുടെ വീട്ടിലെത്തി പരിശോധന നടത്തി. അയൽപ്പക്കക്കാരിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ബെന്നിയുടെ വീട് കണ്ടെത്തി. ആനിയെയും കൂട്ടി അവർ ബെന്നിയുടെ വീട്ടിലെത്തി. അവിടെ ആ സമയത്ത് ബെന്നി ഉണ്ടായിരുന്നില്ല. സാറയെ ചോദ്യം ചെയ്തപ്പോൾ 2-3 ദിവസമായി ബെന്നി വീട്ടിലെത്തിയിട്ട് എന്നറിഞ്ഞു. സഹോദരൻ്റെയും കുടുംബത്തിൻ്റെയും തിരോധാനം അറിഞ്ഞ് സാറ വിങ്ങിപ്പൊട്ടി. അവളെയും കൊണ്ട് പോലീസ് ഫാമിലേക്ക് തിരിച്ചു. പോലീസ് അവിടെ എത്തിയപ്പോൾ അവിടെ മദ്യസേവ നടക്കുകയായിരുന്നു. ആർക്കും സ്വബോധമുണ്ടായിരുന്നില്ല. പോലീസ് ജീപ്പ് കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച ബെന്നിയെയും 2 കൂട്ടാളികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അവർ കൃത്യമായി മറുപടി പറഞ്ഞില്ല. ഫാം ഹൗസിൽ നടത്തിയ പരിശോധനയിൽ ഒരു മുറിയിൽ നിന്നും അബോധാവസ്ഥയിൽ ജോണിക്കുട്ടിയെയും ഭാര്യയെയും കണ്ടെത്തി. അവരെ കണ്ടപ്പോൾ ജോയൽ വളരെ സന്തോഷവാനായി എന്ന് ആനി ജെയിംസ് അച്ഛനോട് പറഞ്ഞു. അവരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എത്ര ചോദിച്ചിട്ടും ജോയലിനെ കുറിച്ച് ബെന്നി ഒരക്ഷരം മിണ്ടിയില്ല. എല്ലാവരുടെയും മുൻപിലൂടെ ആനി ഫാം മുഴുവൻ ഓടി നടന്നു. ഒടുവിൽ പന്നി ഫാമിനകത്തെ വേസ്റ്റ് നിറച്ചു വെക്കുന്ന ചാക്കുകൾ അവൾ അഴിച്ചു പരിശോധിക്കാൻ തുടങ്ങി. ഹരിയും അച്ഛനും പോലീസും തടഞ്ഞിട്ടും ഒരു ഭൂതാവിഷ്ടയെ പോലെ അവൾ മൂലയും മൂക്കും പരിശോധിച്ചു. ദുർഗന്ധം നിറഞ്ഞ ആ സാഹചര്യത്തിൽ എല്ലാവരും മൂക്കുപൊത്തി നിന്നപ്പോഴും അതൊന്നും വകവയ്ക്കാതെ ആനി തൻ്റെ പ്രവൃത്തി തുടർന്നു. ഒടുവിൽ ഹരിയും അവളെ സഹായിക്കാനായി കൂടി. അവസാനത്തെ ചാക്കും അവൾ അഴിച്ചു. അതിൽ നിന്നും ഒരു വാടി തളർന്ന കൈ പുറത്തേക്ക് വീണു. ചാക്കിൽ ഒരു 7 വയസ്സുകാരൻ പയ്യൻ്റെ ശരീരം. CI തൊട്ടു നോക്കിയിട്ട് പൾസില്ല എന്ന് ദുഃഖത്തോടെ തലയാട്ടി. പക്ഷേ അവനെ പെട്ടെന്ന് ആശുപത്രിയിലാക്കാൻ ആനി ബഹളം ഉണ്ടാക്കി. കുട്ടിയുടെ ശരീരം ആശുപത്രിയിലേക്കും പ്രതികളെ പോലീസ് സ്റ്റേഷനിലേക്കും കൊണ്ടുപോയി. ആംബുലൻസിൻ്റെ പിറകെ അച്ഛൻ്റെ കാറും യാത്ര തിരിച്ചു. ജോയൽ കരയുകയാണെന്നും അവൻ്റെ കരച്ചിൽ സഹിക്കാൻ കഴിയുന്നില്ല എന്നും ആനി ഹരിയോട് പറഞ്ഞു. അവളെ തന്നോട് ചേർത്ത് പിടിച്ച് ഹരി ആശ്വസിപ്പിച്ചു. ഇതൊക്കെ കണ്ട് അച്ഛൻ ഡ്രൈവിങ്ങിനിടയിലും കർത്താവിനോട് പ്രാർത്ഥിച്ചു. കുട്ടിയുടെ ശരീരം ICUവിലേക്ക് കൊണ്ടുപോയി. ജീവനുണ്ടെന്നും എന്നാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ഡോക്ടർ പറഞ്ഞു. കുറേ നേരം ആശുപത്രി വരാന്തയിൽ കാത്തുനിന്നിട്ടും അകത്തുനിന്നും റിപ്പോർട്ടൊന്നും കിട്ടിയില്ല. ജോയലിൻ്റെ അപ്പനും അമ്മയും പതിയെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. നമുക്ക് പോകാം ആനി. പോകുന്ന വഴി ജോയലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ അപ്പനെയും അമ്മയെയും ആശുപത്രിയിൽ നിന്നും കൂട്ടിക്കൊണ്ട് വരണ്ടേ? മനസ്സില്ലാ മനസ്സോടെ ആനി ഹരിയോടൊപ്പം നടന്നു. ജെയിംസ് അച്ഛനോട് യാത്ര പറഞ്ഞ് അവർ ബസ്സിൽ കയറുമ്പോൾ ജെയിംസ് അച്ഛൻ അവരെ അനുഗ്രഹിച്ചു. ആനി കേൾക്കാതെ അച്ഛൻ ഹരിയോടങ്ങനെ പറഞ്ഞു. ഞാൻ ലാസറിനോട് ഒന്ന് സംസാരിക്കുന്നുണ്ട്. 2 വീട്ടുകാർക്കും മതമൊന്നും പ്രശ്നമല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. ആ കുട്ടിക്ക് തന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ. മടക്കയാത്രയിൽ ആനി വേറെ ലോകത്തായിരുന്നു. ബസ്സിൽ വെച്ച് ഹരിയുടെ തോളിൽ ചാരിയിരിക്കുമ്പോൾ അവൾ ചോദിച്ചു, ജോയില് രക്ഷപ്പെടുവോ ഹരിയേട്ടാ? അറിയില്ല അന്നക്കുട്ടി. നീ ചെയ്യാനുള്ളതൊക്കെ ചെയ്തില്ലേ? ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. പിറ്റേ ദിവസം പള്ളിയിൽ പോകാൻ ആനി വന്നില്ല. ഹരിക്ക് നല്ല സങ്കടമായി. അവളെ കാണാതെ ഒരു ദിവസം പോലും പറ്റുന്നില്ല. രാവിലത്തെ കച്ചവടം കഴിയുമ്പോൾ ലാസറേട്ടൻ്റെ സുഖവിവരം തിരക്കാൻ ആ വീട്ടിലേക്കൊന്ന് പോയി നോക്കാമെന്ന് കരുതി. 2 ആഴ്ച കഴിഞ്ഞിട്ടും ജോയലിന് ബോധം വന്നിട്ടില്ല. ജീവനുണ്ടെന്ന് മാത്രം. ഒരു തരം കോമ സ്റ്റേജിലാണ്. ഒരു ദിവസം കടയിൽ വെച്ച് ജെയിംസ് അച്ഛൻ്റെ ഫോൺ വന്നു. ഹരി CI പ്രമോദ് വിളിച്ചിരുന്നു.
ജോയൽ കണ്ണു തുറന്നെന്ന്. പക്ഷെ അവൻ ആരെയും തിരിച്ചറിയുന്നില്ല. ആ ബെന്നി ലിവർ കൊണ്ട് കൊച്ചിൻ്റെ തലയ്ക്കടിച്ച കാരണം അവന് ഹെഡ് ഇഞ്ചുറി ഉണ്ടെന്ന്. നിനക്ക് പറ്റുമെങ്കിൽ ആനിയെ കൊണ്ടുചെന്ന് അവനെ കാണിക്കാമോ? ഞാനും വരാം. അവളെ അവൻ തിരിച്ചറിയണമല്ലോ. ജെയിംസ് അച്ഛനും ഹരിയും ആനിയെ കൂട്ടി ജോയലിനെ കാണാൻ പോയി. മുറിയിൽ ജോയലിൻ്റെ അപ്പനും അമ്മയും സാറയുമുണ്ട്. ആനി, അവനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ, ജെയിംസ് അച്ഛൻ അവളോട് പറഞ്ഞു. ആനി അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. അവൻ്റെ കൈ മെല്ലെ തലോടി. ജോയലെ, അപ്പനും അമ്മയും ഒക്കെ വന്നപ്പോൾ എന്നെ മറന്നു അല്ലേ? നിങ്ങളാരാ? അപ്പാ, ഇതാരാ? അവൻ നിലവിളിച്ചു. ജോയൽ കൈ പിൻവലിച്ചു. ഭയചകിതനായ പോലെ അപ്പനെ നോക്കി. ഇതുവരെ തന്നെ തിരിച്ചറിയാതിരുന്ന മകൻ പെട്ടെന്ന് തന്നെ അപ്പ എന്ന് വിളിച്ചത് കേട്ട് അയാൾ ഞെട്ടിപ്പോയി. ഹരിയോടൊപ്പം കരഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിയ ആനിയെ ജെയിംസ് അച്ഛൻ ആശ്വസിപ്പിച്ചു. ആനിയുടെ നിയോഗം അവനെ രക്ഷിച്ചു. ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു. നമ്മൾ ഫാമിൽ ചെല്ലാൻ കുറച്ച് വൈകിയിരുന്നെങ്കിൽ അവനിന്ന് ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. അത് കർത്താവ് ആനിയാണ് ഏൽപ്പിച്ചിരുന്നത്. ആനി അത് കൃത്യമായി ചെയ്തു. അതോടെ ആ അധ്യായം ആനിയുടെ ജീവിതത്തിൽ കഴിഞ്ഞു. ഇനി ആനിക്ക് ജീവിക്കേണ്ടത് ആനിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ്, അവർക്കൊപ്പമാണ്. അച്ഛൻ ഹരിയുടെ കൈയെടുത്ത് ആനിയുടെ കയ്യിൽ വെച്ചു. പൊയ്ക്കോ, ഇനി നിങ്ങൾ ഒന്നിച്ച് ജീവിക്കൂ. ലാസറേട്ടന് സമ്മതമാണ്. സേവിയറേട്ടനാണ് പ്രശ്നം. അതൊക്കെ നമുക്ക് മാറ്റാം. സ്നേഹിക്കുന്ന ഹൃദയങ്ങൾ ഒത്തുചേരട്ടെ. മടങ്ങുമ്പോൾ ആനി ഹരിയോട് ചോദിച്ചു, ഹരിയേട്ടന് എന്നോട് എത്ര സ്നേഹമുണ്ട്? ആ ആകാശത്തോളം വലിപ്പമുണ്ട് എൻ്റെ സ്നേഹത്തിന്, കടലിൻ്റെ ആഴവും. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.